എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് പുഷ്പ 2 ദ റൂൾ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഷയിലും ഏതാണ്ട് ഇതിൻ്റെ ട്രെയിലർ വന്നു. മലയാളത്തിലുള്ളത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ. എന്തായാലും തെലുങ്ക് സിനിമകളുടെ ഈ ട്രെയിലർ ടീസർ അവരുടെ ഒരു സ്ഥിരം പരിപാടി കുറച്ചൊന്ന് ലേറ്റ് ആകും. അതൊരു സത്യം. അപ്പോൾ അതിന് കണ്ണ് തട്ടാതിരിക്കാൻ മലയാളം ലേറ്റാക്കി പുറത്ത് ഓക്കെ. എന്തായാലും നമുക്ക് മലയാളം കാണാം. മലയാളം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ കണ്ട അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഗംഭീര സാധനമാണെന്നാണ് പറയുന്നത്. അതായത് ഡബിങ്ങിലൊക്കെ സെറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കേ, നമുക്ക് അറിഞ്ഞൂടാ, കേട്ടറിവാണ്. എന്തായാലും തെലുങ്ക് കണ്ടു, അതും ഒരു 3 തവണ കൂടുതൽ കണ്ടിട്ടുണ്ട്. യെസ്, ഗംഭീര സാധനമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. സൂപ്പർ ട്രെയിലർ. അതെ, പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ, ഫഹദിൻ്റെ അഴിഞ്ഞാട്ടം അതുണ്ടാവും. മാത്രമല്ല ട്രെയിലറിൽ പ്രത്യേക ഇൻട്രോ പ്രത്യേക രീതിയിലാണ് ഫഹദിനെ കാണിച്ചിരിക്കുന്നത്. അത് ഈ എല്ലാ സാധാരണ കാണുന്ന പോലെ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയെടുത്തിട്ടുള്ള സംഭവമല്ല. അതായത് രണ്ടുപേർക്കും ഒരേപോലെ ടൈം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ കുറച്ച് സമയം അല്ലു അർജുൻ ആണെങ്കിൽ അതിന് ശേഷമാണ് നമ്മുടെ ഫഫേനെ കാണിച്ചു തുടങ്ങുന്നത്. ഫഫ വന്നതിന് ശേഷം പിന്നെ തീപ്പൊരിയ, പിന്നെ ട്രെയിലറിന്റെ ഒരു സ്പീഡും അതിന്റെ ഒരു പോക്കും വേറെ ലെവലാ. നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം. യെസ്, ഡിസംബർ 5-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഡിസംബർ 5-ന് ഇനി 17 ദിവസം കൂടി അല്ലേ? 17 ദിവസം കൂടി. ഡിസംബർ 5 എന്തായാലും ഇനി ഡിസംബർ 5 നമ്മുടെ മുന്നത്തെ അജണ്ട. ഇന്റർനാഷണൽ പരിപാടിയാണ്. കൈ പൊള്ളിയാൽ ഇന്റർനാഷണൽ ലെവലിൽ പൊള്ളു. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഷോയ്ക്ക് പോവാൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ പോയി കാണാനുള്ള മരുന്ന് ട്രെയിലറിൽ അവർ തന്നിട്ടുണ്ട്. അതുണ്ട്, അതൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക്. പിന്നെ ഈ അടുത്തിറങ്ങുന്ന ടീസർ, ട്രെയിലർ, ഫസ്റ്റ് ലുക്ക്, അങ്ങനെയുള്ള ചില അപ്ഡേറ്റ്സുകൾ ഒക്കെ അടിപൊളിയായിരിക്കും. സിനിമ വരുമ്പോൾ അതിൽ ഇതൊന്നും ഉണ്ടാകാറില്ല, അതാണ് പ്രശ്നം. ആ ഒരു പേടിയുണ്ട്. പേടിക്കണ്ട റോണി, ഇതിൽ ശരിയാവില്ലേ? ഇതിൽ ശരിയാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എപ്പോഴും ഈ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാൻ പേടിയാ. ഓക്കെ, മലയാളം കാണാം. ഓക്കെ, അപ്പോൾ നാഷണൽ ലെവലല്ല, ഇന്റർനാഷണൽ ലെവലാണ്. യെസ്, പുഷ്പ കാണാം. തുടങ്ങും. അത് മലയാളത്തിൽ കരഞ്ഞിട്ടുണ്ട്. തന്നെ മലയാളത്തിലായിരുന്നു. പണം ഒരു പ്രശ്നമല്ല, അവനെ പേടിയില്ല. അവന്റെ ഉള്ളിൽ എന്തോ തട്ടിയിട്ടുണ്ട്. ബോളായിരിക്കും. ബാഹുബലി സീന് പോലെ ഉണ്ടല്ലോ. ഹിന്ദിയോ മലയാളത്തിൽ പോടാ. മലയാളം ട്രെയിലർ ഉണ്ട്. വൈഫല്ലത് രശ്മിക്കല്ലേ മോട്ടറാക്കി വിടുന്നുണ്ട് കേട്ടോ. ആ കോസ്റ്റ്യൂം. ശ്രീവല്ലി എന്റെ ഭാര്യയാണ്. ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ട എന്താ ഉണ്ടാവാന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കിട്ടില്ല ഡയലോഗാണ്. പാർട്ടി ഉണ്ട് പുഷ്പ. ഓ, ഏതാ ലോഡിങ്ങൊക്കെ. അത് അല്ലു അർജുൻ അല്ലല്ലേ? എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. അവിടെ ഒന്നും ഓവറാക്കാതിരുന്നായിരുന്നു. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട. ഇതൊക്കെയാണ് നമുക്ക് പറ്റാത്തത്. തോള് കത്തുമ്പോ അതൊക്കെ മാസീവ് രീതിയിൽ എടുത്താൽ മതി. ഫയർ എന്നല്ലേ? വൈൽഡ് ഫയർ.
മലയാളത്തിലേക്ക് വന്നിട്ട് കറക്റ്റ് മനസ്സിലായില്ലേ? എനിക്ക് സംഭവം പല സാധനങ്ങൾ ഓർമ്മ വരുന്നുണ്ടേ. നമുക്ക് ഓരോന്നോരോന്നായി എണ്ണി പറയാം. ഓക്കെ, ഓർമ്മ വന്നത് എന്തിനെ കുറിച്ചാണെന്ന് പറയണേ. ലാസ്റ്റിലെ ഈ സീൻ ഉണ്ടല്ലോ, അപ്പോൾ ബാക്കിൽ നിന്ന് ആളുടെ ടീം മൊത്തം ഇത് പറയുന്നു. ആ സമയത്ത് ആള് കാണിച്ചു കൊടുക്കുന്നു. ഇത് അന്താക്ഷരിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ആവേശം സിനിമയിലെ രംഗണ്ണന്റെ സീൻ ഓർമ്മ വരുന്നുണ്ടോ? അതിന് വേറെന്തൊരു പേരല്ലോ, അന്താക്ഷരി അല്ല. അന്താക്ഷരി അല്ല, അതിന് എന്താ അതെന്തോട്ടെ, നമ്മുടെ വിഷയം. അപ്പോ അതുപോലെ ആളിത് കാണിച്ചു കൊടുക്കുന്നു. രംഗണ്ണൻ ചോദിക്കുന്നു ഇതാണോ എന്ന് വെടിവെച്ച് ചോദിക്കുന്നു. കറക്റ്റ്, അത് ഒന്ന് രസമുണ്ടത്, ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഓക്കെ. പിന്നെ മറ്റൊന്ന്, ഇതിന്റെ തുടക്കത്തിലേ ആന ചിഹ്നം വിളിക്കുന്നു. അത് മലയാളത്തിലാട്ടോ കരഞ്ഞത്. തെലുങ്ക് കണ്ടപ്പോൾ ഇന്നലെ തെലുങ്കിലായിരുന്നു. എന്തായാലും അതിന് ശേഷമുള്ള അടുത്ത ആള് ചോദിക്കുന്നില്ലേ, അടുത്തൊരു ഡയലോഗ് തന്നെ ആരാണത്, ആനയാണത്, എന്താ അറിയില്ലേ? ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. അടുത്തത് അടുത്തത് ഇങ്ങനെ ഇടിക്കുന്ന സംഭവല്ലേ ഒരാളിങ്ങനെ വരുമ്പോ, അത് കറക്റ്റ് നമ്മുടെ ബാഹുബലിനെ ആളുടെ വലിയ മറ്റേ സേനാധിപനാക്കി മാറ്റുമ്പോ എല്ലാം ഇടിച്ചിട്ട് ആ കൊട്ടാരം മൊത്തം കുലുക്കൂലേ, ആ സീന് പോലെ അത് ഉണ്ട്. കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കാം. ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഇനി മറ്റൊന്ന്, ബാഹുബലിയില്, അതായത് ബാഹുബലി 2-ല് അവിടെ പോയിട്ട് അവർ പിണ്ടാളികൾ, കള്ളന്മാർ, എന്നിട്ട് അവരെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു യുദ്ധമുറെടുക്കും. വലിയൊരു കുതിരപ്പുറത്തല്ലല്ലോ, കിട്ടുന്നില്ലല്ലോ. പോത്തിന്റെ പുറത്ത് വരുന്നതിന് മുൻപുള്ള സാധനല്ലേ, വലിച്ചു പൊട്ടിച്ച് വെള്ളം മൊത്തം ഡാം, ആ സാധനത്തിന് ഓടി കയറുന്ന ഒരു സീനുണ്ട്. അതുപോലത്തെ ഒരു പരിപാടി ഇതില് നമ്മുടെ അല്ലു അർജുൻ ചെയ്യുന്നുണ്ട്. അത് ബാഹുബലിയിലെ മോശമാണ്. ഇനി ഇതിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. അതിലൊരു പേടിയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഷോൾഡറിൽ കത്തിച്ചിട്ട് അതിൽ നിന്ന് അത് KGF സാധനമാണ്. അത് മറ്റേ നമ്മുടെ ബാരല് കത്തിയിട്ട് അതിൽ നിന്ന് കത്തിക്കുന്നതിന്റെ പരിപാടി പിടിച്ച് KGF-ന്റെ ലെവലില് വലുതാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കത്തിയത് ഷോൾഡർ. ചുരുക്കി പറഞ്ഞ പുഷ്പ കണ്ടു, ബാഹുബലി കണ്ടു, പിന്നെ ഏതായിരുന്നു, അല്ല നമ്മളത് രസമായിട്ട് പറയാം. KGF കണ്ടു, പിന്നെ നമ്മുടെ അംബാനില്ലേ, അതായിരുന്നു സിനിമയുടെ രംഗണ്ണൻ, അതും കണ്ടു. 4 സിനിമയുടെ ട്രെയിലർ. ആവേശം നിനക്ക് നീ കുറച്ച് ആവേശനാണെന്ന്. എന്നാ അത് ഇത് കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല രാമ. അപ്പൊ ഈ ഷോൾഡർ കത്തിയില്ലേ, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ നമുക്കിതിലേ നമ്മുടെ അല്ലു അർജുന്റെ ഷോൾഡറിന്റെ ചെരുവ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യണില്ലേ, അതാണ് കാരണം. കത്തിയതുകൊണ്ടായിരിക്കും. പുഷ്പ ഫസ്റ്റില് അത്രക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കുറച്ച് കൂടുതലായ കാരണം ഇവിടെ കത്തി നശിച്ച് കുറച്ചുകൂടെ. വലത് സൈഡിലല്ല, ഇടത് സൈഡില, ഈ സൈഡില, ഇവിടെ അവിടെ വെക്ക്. ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ പൊന്ത് കളയുന്നത് താവാണ്, കത്തിയ ഭാഗത്ത് താവും. ബ്രാൻഡ് അവിടെ ബാക്കിലുണ്ട് കേട്ടോ, കത്തരുത്തിട്ടാ, അത് ശ്രദ്ധിക്കണം. പുഷ്പ. പിന്നെ ഇതൊക്കെ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. എന്താണെങ്കിലും അല്ല പറയണല്ലോ, ട്രെയിലർ ഗംഭീര സാധനമാണ്. ഇനി മലയാളത്തിൽ കേട്ടപ്പോ കുറെ സാധനങ്ങൾ നമുക്ക് മനസ്സിലായി കേട്ടോ. മറ്റേ ഭാര്യ പറഞ്ഞ എന്താ സംഭവിക്കാൻ പോണ ഡയലോഗാണ്. അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് കറക്റ്റ് തന്നെ, നമ്മൾ അറിഞ്ഞു തന്നെയല്ലേ. അല്ല ഫസ്റ്റ് ലാസ്റ്റ് ഫ്ലവർ അല്ല, അപ്പൊ ഞാൻ കാട്ടുതീയാണെന്ന് പറഞ്ഞു. നമുക്കറിയാലോ മറ്റേ സാധനം, അത് മനസ്സിലാക്കി. അത് വെച്ചിട്ട് അത് വെച്ച് നമ്മൾ മനസ്സിലാക്കൂലേ. അന്താക്ഷരി കളിച്ച് പരിചയമുള്ളത് കൊണ്ട് കളിന്റെ പേരൊന്ന് പറയണേ, മറന്നുപോയി അതിന്റെ പേര്. അതെന്തോട്ടെ, പക്ഷെ എന്നാലും അത് ഓർത്ത് വെച്ചിട്ട് അപ്പൊ ആ കളിയിൽ നിന്ന് അത് പിടിച്ച്. പിന്നുള്ളത് പിന്നെന്തായിരുന്നു ഡയലോഗ്? അതില് ഹിന്ദി തന്നെ. മറ്റത് പറയുന്നത് കിടലും ഡയലോഗ് കേട്ടോ, നാഷണൽ അല്ല ഇന്റർനാഷണൽ. അത് നമുക്ക് മനസ്സിലായിരുന്നു, ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു ഭാര്യയുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സാധനമുണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് കുറച്ച് പൊളിറ്റിക്കലി കൂടി സാധനം കയറി പോണ സാധനമാണ്. അതായത് ഈ ഭാര്യന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ വാക്ക് കേൾക്കാതെ പോണ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അത് തിരിച്ചാണ് പറയാറുള്ളത്, ആ രീതിയിലാണ് ഹീറോയിസം കാണിക്കുക. ഇത് പക്ഷെ
ആ അതായത് ഭാര്യയുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭീകരമായിരിക്കും എന്ന് കാണിച്ചിരുന്ന സാധനം. നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട്. അവളുടെ ഹീറോസും കുറച്ചുകൂടി കൂടും. അവിടുന്ന് മുതൽ ഫഫ അനുഭവിക്കാൻ തുടങ്ങും. അതെ, അതുവരെ ചിലപ്പോൾ ഫഫേന്റെ കളികളായിരിക്കും. ഫഫ അനുഭവിച്ചല്ലോ, അത് ശരിയാണ്. ഫഫനെ വെറും ട്രൗസറിൽ പറഞ്ഞു കിട്ടുമല്ലേ ഫസ്റ്റ് ഭാഗത്തില്. അപമാനിച്ച് നാണം കെടുത്തി ഇല്ലാണ്ടാക്കി ചമ്മി നാറിച്ചു. ഓക്കെ, എന്താണെങ്കിലും പുഷ്പ 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 എന്നോട് ക്ഷമിക്കണം. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു വന്നപ്പോ ഇത് ഈ അവസ്ഥയിലായിരിക്കും എന്നുള്ളത്. എന്നോട് സാധനം ക്ഷമിച്ചോളൂ. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. എങ്കിലും 2-3 സൂപ്പർ ആയിരുന്നില്ലേ? ഇല്ലല്ലേ, ഉണ്ട്. എല്ലാം മോശമായിരുന്നു. 2 നല്ലതായിരുന്നു. ഒന്ന് പറഞ്ഞു കൊടുക്കണം, നല്ലതായിരുന്നു. അപ്പൊ ബൈ.